ഒരു ക്യാരറ്റിനു വേണ്ടി തുടങ്ങിയ തർക്കം ഒരു ജീവൻ ഇല്ലാതാക്കുന്നതിൽ അവസാനിച്ചു. ക്യാരറ്റിന്റെ വിലയെച്ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ പച്ചക്കറി വ്യാപാരിയെ വെട്ടിക്കൊന്നു. പത്തനംതിട്ട റാന്നിയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. റാന്നി സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇടത്തൻ എന്ന് വിളിക്കുന്ന പ്രദീപിനെയും കൂട്ടാളിയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കടയിലെത്തിയവർ ക്യാരറ്റിന്റെ വിലയെച്ചൊല്ലി തർക്കിക്കുന്നതിനിടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഇതിനിടെ പ്രദീപ് ഒരു ക്യാരറ്റ് എടുത്ത് തിന്നു. ഇത് കണ്ട ജീവനക്കാരി മഹാലക്ഷ്മി ക്യാരറ്റിന് വലിയ വിലയാണെന്നും എടുത്ത് കഴിക്കരുതെന്നും പറഞ്ഞു. ഇത് ഇഷ്ടപ്പെടാതെ പ്രദീപ് വീണ്ടും ഇവരുമായി തർക്കിച്ചു. തുടർന്ന് സ്ഥലത്തു നിന്നും പോയ പ്രദീപ് കുറച്ചു നേരത്തിന് ശേഷം സുഹൃത്തുമൊത്ത് വടിവാളുമായി തിരിച്ചെത്തുകയായിരുന്നു. മഹാലക്ഷ്മിയെ ആക്രമിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നറിയുന്നു. മഹാലക്ഷ്മിയെ വെട്ടാൻ ശ്രമിച്ചതോടെ കടയിലുണ്ടായിരുന്ന അനിൽകുമാർ അത് തടഞ്ഞു. ഇതോടെയാണ് അനിലിനെ വലിച്ചിറക്കി റോഡിലിട്ട് വെട്ടിയത്. പ്രാണരക്ഷാർത്ഥം അനിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പ്രതികൾ പിന്തുടർന്ന് തലയ്ക്കുൾപ്പെടെ വെട്ടുകയായിരുന്നു. പ്രതികൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് വിവരം. പിടിയിലായ പ്രദീപ് നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അനിലിനെ ആക്രമിക്കുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തിയതോടെ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഇവർ വന്ന സ്കൂട്ടർ ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞു. ഇതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് വൈകാതെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മഹാലക്ഷ്മിയുടെ ഭർത്താവിനും സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അനിൽകുമാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. റാന്നി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരിടമായി മാറുകയാണ്. ഒരു നിസ്സാരം ഒരു ക്യാരറ്റിന് വേണ്ടി ഇത്രയും വിരോധം മനസ്സിൽ സൂക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കമുണ്ടായി, അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു തള്ളി ഒരു അടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാം. മടങ്ങിപ്പോയി വീണ്ടും വാക്കത്തിയുമായി വന്ന് അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ആ സ്ത്രീയെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്ത് വരികയും അവിടെ അത് കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ മനുഷ്യനുള്ള ആ ഒരു മൃഗസ്വഭാവം തന്നെയാണ് അവിടെ വ്യക്തമാകുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും റാന്നിയിൽ നിന്ന് സമാനമായിട്ടുള്ള മറ്റൊരു സംഭവവും റിപ്പോർട്ട് ചെയ്തിരുന്നു. വീട്ടുമുറ്റത്തൂടെ നടക്കരുത് എന്ന് പറഞ്ഞ ആ വിരോധത്തിൽ പശുവിനെയും കിടാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചു. ഇവിടെ മനുഷ്യനെ വെറുതെ വിട്ടു, പശുവിനെയും കിടാവിൻ്റെ അടുത്താണ് ആ ദേഷ്യം തീർത്തത്. ഇങ്ങനെ പരിക്കേൽപ്പിച്ച യുവാവിനെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റാന്നി പഴവങ്ങാടി കൊച്ചിത്തറയിൽ കൂട്ടിനുള്ളിൽ നിന്നിരുന്ന പശുവിനെയും കിടാവിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. വീടിന് നേരെ കല്ലെറിയുകയും ചെയ്ത സംഭവത്തിലാണ് ഈ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളും ഒരുപാട് മോഷണ കേസിൽ പ്രതിയായ വ്യക്തിയാണ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ഇട്ടിയപ്പാറ കോളേജ് റോഡ് പൂവത്തുംകുന്ന് കൊച്ചിത്തറയിൽ മോഹൻകുമാറിന്റെ കന്നുകാലികളെയാണ് ഇയാൾ വെട്ടിയത്. വ്യാഴാഴ്ച വെളുപ്പിനെ പശുവിനെ കറക്കാൻ കൂട്ടിനുള്ളിൽ എത്തിയപ്പോഴാണ് പശുവിന്റെ കഴുത്തിലെ മുറിവ് വീട്ടുകാർ കണ്ടത്. ബുധനാഴ്ച വൈകിട്ട് പ്രതി മോഹൻകുമാറിന്റെ വീടിന്റെ മുറ്റത്തുകൂടി അടുത്ത പറമ്പിലേക്ക് നടന്നു പോയിരുന്നു. അവിടെയും മദ്യം തന്നെയാണ് പ്രശ്നം. മദ്യപിച്ചെത്തിയ ഈ വ്യക്തി അതുവഴി പോയത് സംബന്ധിച്ച സംസാരത്തിൽ മോഹൻകുമാറിന്റെ ഭാര്യയുമായി തർക്കിച്ചു. വീടിന്റെ മുറ്റത്തുകൂടി പോകരുത് എന്നുള്ള വിലക്ക് അവഗണിച്ച് ബിനു മോഹൻകുമാറിന്റെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്തത്. പശുവിനെയും കുട്ടിയും വെട്ടി പരിക്കേൽപ്പിക്കാൻ അതാണ് കാരണമെന്ന് കരുതുന്നു. കൂടാതെ തന്നെ ദേഹോപദ്രവം ചെയ്യാനും അസഭ്യം പറയുകയും ചെയ്തതായി മോഹൻകുമാറിന്റെ ഭാര്യ മിനി പരാതിയിൽ പറയുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ, അതവിടെ തീരാത്തിടത്താണ് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും ഒരുപക്ഷെ കൊലപാതകങ്ങളിലേക്കും ഒക്കെ കലാശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.